അപ്പോൾ നമ്മൾ കാന്താര കണ്ടു. ഞാൻ കുറേ പടങ്ങൾ സെക്കൻഡ് പാർട്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് പോയിട്ട് വാവ് അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നിയ പടങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒന്ന് ബാഹുബലി 2 അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ KGF-ന്റെ 2 അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രമാണ് എനിക്ക് ഭയങ്കര, അതായത് ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഫസ്റ്റിനേക്കാളും മുകളിൽ നിന്നു എന്ന് തോന്നിയ കുറച്ച് പടങ്ങൾ. ബാഹുബലി 2 ഫസ്റ്റിനേക്കാളും മേലെയാണ്. എനിക്ക് ബാഹുബലി 2 ആണ് കുറേ കൂടെ ഇഷ്ടപ്പെട്ടത്. മറ്റേ അത് വിട്, ഇത് എനിക്ക് കാന്താര ഫസ്റ്റിനേക്കാളും വിഷ്വലിയും ടെക്നിക്കലിയും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പറ നിന്റെ അഭിപ്രായം എന്താ? ഫസ്റ്റ് ഇംപ്രഷൻ അതാണ് കേട്ടോ, ഫസ്റ്റ് പറയേണ്ട സാധനം. സംഭവം അടിപൊളി, കിടിലൻ. എനിക്ക് പറയാന്ന് വെച്ചാ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. എന്താ പറയാ, പ്യോർ ഗൂസ് ബംസ്, ജസ്റ്റ് വാവ്. ആ പുള്ളി ആ എനിക്ക് ക്യാരക്ടറിന് പെർഫോമൻസിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ള പുള്ളീൻ്റെ ആ ഒരു അപ്പിയറൻസ്, ആ ലുക്ക്, അങ്ങനത്തെ സംഭവമൊക്കെ കറക്റ്റാണ്. ഇതിനകത്തൊരു കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് അവരെ കാണിക്കുന്നത്. ആ ബോഡിയൊക്കെ പക്ക അങ്ങനെ ആക്കിയിട്ട് അവിടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും നല്ല കിടിലനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഫസ്റ്റിൽ നമുക്ക് ഈ VFX ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. എന്താ ഉള്ളത് ഫസ്റ്റിൽ VFX കാണിക്കുന്നത്? ജസ്റ്റ് ഇത് ഓടി വരുന്ന സീനില്ലേ, വരാഹം ഓടി വരുന്ന അങ്ങനത്തെ സീന്, പിന്നെ അങ്ങനത്തെ കുറച്ച് സീനുകളുള്ളൂ. പക്ഷെ ഈ ഒരു പടത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരുപാട് സീനുകളുണ്ട് VFX ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കടുവ വരുന്ന സീനൊക്കെ ഉണ്ട്. കടുവയൊക്കെ പക്ക നമ്മൾ RRR കടുവേനെ കണ്ടില്ലേ, അല്ലെങ്കിൽ വേണ്ട പുലിമുരുകനിലെ കടുവേനെ കണ്ടില്ലേ, ഒന്നുമല്ല. പിന്നെ ഇതിനകത്ത് ആ കുഞ്ഞ് കുരങ്ങന്മാർ, അതിനെന്താ പറയുന്നത്, തേവാങ്കുകൾ വരുന്ന ഒരു സീനുണ്ട്. എന്താ കിടിലൻ. കുറേ ഹീറോയിന്റെ ഇതും അടിപൊളിയാണ്. ഓരോന്നോരോന്ന് പറഞ്ഞോ നീ, നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സംഭവമാണ്. ആ ഒരു ടെക്നിക്കലി VFX-ഉം കാര്യങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ആ ഒരു ഗ്രാമവും രാജ്യമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ ഒരു ഹോളിവുഡ് ലെവൽ എന്ന് ഇനി പറയേണ്ട കാര്യമില്ല. ഒരു നമ്മുടെ ഇന്ത്യൻ ലെവൽ സെറ്റ് ചെയ്തു. അപ്പം എല്ലാ പടങ്ങളും ഈ വർഷം ഇറങ്ങിയ മിക്ക പടങ്ങളും അത്യാവശ്യം നല്ല ടെക്നിക്കലി മുമ്പോട്ട് നിൽക്കുന്ന പടങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ കാന്താര ഫസ്റ്റ് ഇറങ്ങിയ അതിൻ്റെ ലാഭമല്ലേ, അത് ഫുള്ളായിട്ട് ഇതിനകത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പൈസ എടുത്ത് ഇതിനകത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കാണണം, മിസ് ചെയ്യരുത് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇനി പിന്നെ ഓരോ ക്യാരക്ടേഴ്സെ കുറിച്ച് പറയുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടി ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ഫസ്റ്റിലെ പോലെ തന്നെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ നായിക പുള്ളിക്കാരി അടിപൊളിയാണ്. പിന്നെ ജയറാം നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പുള്ളിക്ക് വലിയ റോളുകളൊന്നും കിട്ടാത്ത. ഇതിനകത്ത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് പുള്ളിക്കുള്ളത്. നല്ല റോള്. ബാക്കി എല്ലാ പടങ്ങളിലും എന്താ ജയറാമിനെ കൊണ്ട് ഒരു കോമാളിയാക്കുന്ന സെറ്റപ്പ് അല്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല, നല്ലൊരു റോളാണ് കൊടുത്തിട്ടുള്ളത്. നായികേൻ്റെ പെർഫോമൻസ് നല്ല അടിപൊളിയില്ലായിരുന്നോ? പിന്നെ രാജാവായിട്ട് അഭിനയിച്ച പുള്ളിയൊക്കെ മൊത്തം സ്പോയിലർ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാജാവായിട്ട് നിന്ന ആള്, ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, എന്തിനാ ഇങ്ങനെ ഒരാളെ വെച്ച് ചെയ്തേന്നൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സിലോട്ടേക്ക് പോയപ്പോൾ ആ പുള്ളിയുടെ ഒരു അഭിനയം, അയാള് ചുമ്മാ ഡയലോഗ് വരുന്നത് തന്നെ എന്തൊരു അഭിനയമാണ് വരുന്നത്, അടിപൊളി. പിന്നെ അതിനകത്ത് കുറേ ഗൂസ് ബംസ് വരുന്ന മൊമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഇന്റർവെല്ലിന് മുമ്പും അടിപൊളി സീനുകളുണ്ട്. ഫൈറ്റൊക്കെ എടുത്തു വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആണെങ്കിലും എഡിറ്റിങ്, ആ ഒരു കളർ കോംബോ ഒക്കെ കണ്ടായിരുന്നോ? ആ തീ കത്തിക്കുമ്പോഴുള്ള സംഭവവും കാടിൻ്റെ ഒരു സെറ്റപ്പും കാട്ടിലുള്ള ഫൈറ്റൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര പറപ്പിക്കലും പരിപാടിയൊന്നുമില്ല. പക്ഷെ നല്ല രസമാണ്.